അപ്പോൾ നമുക്ക് കുറേ അർഹതയുള്ള ആളുകളെ പല സോഷ്യൽ ബാലൻസും റീജിയണൽ ബാലൻസും എല്ലാം കൂടി പരിഗണിക്കുമ്പോൾ അവരെ പരിഗണിക്കാൻ പറ്റിയിട്ടില്ല. അതിലെനിക്ക് വലിയ ദുഃഖമുണ്ട്, വലിയ പ്രയാസമുണ്ട്. ടീം UDF റെഡി. മുഴുവൻ മന്ത്രിമാരെയും പ്രഖ്യാപിച്ച് VD സതീശൻ. 21 മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറി. കോൺഗ്രസിന് മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാർ. തിരുവഞ്ചൂർ സ്പീക്കർ, ഷാനിമോൾ ഡെപ്യൂട്ടി സ്പീക്കർ. കുഞ്ഞാലിക്കുട്ടിയും KM ഷാജിയും അടക്കം ലീഗിന് 5 മന്ത്രിമാർ. രണ്ടാം മന്ത്രിസ്ഥാനത്തിന് പകരം കേരള കോൺഗ്രസിന് ചീഫ് വിപ്പ് സ്ഥാനം. മോൻസ് ജോസഫ് മന്ത്രിയും അപ്പു ജോൺ ജോസഫ് ചീഫ് വിപ്പുമാകും. അനൂപ് ജേക്കബിന് ഫുൾ ടൈം കിട്ടുമോ എന്നതിൽ തീരുമാനമായില്ല. മന്ത്രിമാരിലേറെയും KC പക്ഷക്കാർ. സർപ്രൈസ് എൻട്രിയായി OJ ജനീഷും റോജി M ജോണും. ചാണ്ടി ഉമ്മനും മാത്യു കുഴൽനാടനും അവസാന നിമിഷം പുറത്ത്. കത്തോലിക്ക സഭയ്ക്ക് ആദ്യമായി കോൺഗ്രസിൽ നിന്ന് 2 മന്ത്രിമാർ. വൈദ്യുതി വകുപ്പ് നൽകിയതിൽ K മുരളീധരന് കടുത്ത അതൃപ്തി. സത്യപ്രതിജ്ഞയ്ക്കൊരുങ്ങി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം. ഒരുക്കങ്ങൾ നേരിട്ട് വിലയിരുത്തി നിയുക്ത മുഖ്യമന്ത്രി. UDFന്റെ സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 6 പതിറ്റാണ്ടിനിടെ ആദ്യം. രാവിലെ മുതൽ സമ്പൂർണ്ണ കവറേജുമായി ന്യൂസ് 18. തോൽവിയുടെ ഉത്തരവാദികൾ പിണറായിയും ഗോവിന്ദനുമെന്ന് CPM ജില്ലാ കമ്മിറ്റികൾ. പിണറായി മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നുവെന്ന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. കേരളം ബംഗാളാകുമെന്ന് കണ്ണൂരിൽ വിമർശനം. ജില്ലയിലെ തോൽവിക്ക് കാരണം P രാജീവ് എന്ന് എറണാകുളം കമ്മിറ്റി. ആഗോള അയ്യപ്പ സംഗമം അബദ്ധമായെന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി. സംസ്ഥാനത്ത് പരക്കെ മഴ. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഇടിമിന്നലേറ്റ് 1 മരണം. ഒരാൾക്ക് പരിക്ക്. കാലവർഷം മെയ് 26 എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്.